ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ ഫ്രഷ് സീക്രട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യത്തെ സീക്രട്ട് പെട്ടെന്ന് നമുക്ക് സമയമില്ല കളയാൻ മക്കളെ. ആദ്യത്തെ സീക്രട്ട്, പ്ലീസ് റീഡ് ദിസ് ചേച്ചി. ഇറ്റ് മേ ബി വൺ ഓഫ് ദ ഡിസ്കസ്റ്റിംഗ് സീക്രട്സ് യു ഹാവ് എവർ ഹേർഡ്. ഈവൻ ഐ എം ashamed to say this, but I don't know, hope you read this by 2029. പെണങ്ങളിലെ കുട്ട, ഞാൻ പെണങ്ങി. ഓക്കെ, നമുക്ക് സ്റ്റോറിയിലോട്ട് പോകാം. I won't say what is the connection with me here. I will just say the story. ഈ സ്റ്റോറി എനിക്ക് എങ്ങനെ അറിയാവുന്നേ എന്ന് ഞാൻ പറയില്ല കേട്ടോ. ഡോണ്ട് തിങ്ക് ദിസ് ഇസ് ദ ഫാബ്രിക്കേറ്റഡ് വൺ, ബിക്കോസ് എനിക്ക് തന്നെ ഡൈജസ്റ്റ് ആവുന്നില്ലായിരുന്നു ഈ സ്റ്റോറി. ആൻഡ് ഇറ്റ്സ് സ്റ്റിൽ ഹാപ്പനിങ്. അതാണ് ഒരു സത്യം. ഓക്കെ, തുടങ്ങാം. ഒരു ഗേൾ ഉണ്ട്, അവളെ നമുക്ക് വൈ എന്ന് വിളിക്കാം. ഷീ ബിക്കംസ് ടു ബി എ വെരി നൈസ് ഗേൾ. ലൈക്ക് നമുക്ക് ഒരാളെ കാണുമ്പോൾ സച്ച് എ സ്വീറ്റ് വൺ എന്നൊക്കെ തോന്നുമല്ലോ, അങ്ങനത്തെ ഒരു കുട്ടി. ഷീ ഹാസ് എ ബോയ് ഫ്രണ്ട് അറൌണ്ട് ഒരു 10+ ഇയേഴ്സ് എങ്കിലും ആയി കാണും റിലേഷൻ ആയിട്ട്. ബട്ട് ഇടയ്ക്കൊക്കെ ആ കുട്ടി ഇവരുടെ സ്റ്റോറി വല്ലപ്പോഴും ഇടുമ്പോഴേ അവർ തമ്മിലുള്ള ഗ്യാപ്പ് നമുക്ക് മനസ്സിലാകാൻ പറ്റും. ഐ വിൽ ആഡ് ദ ഫോട്ടോ ഹിയർ ആഫ്റ്റർ ദ സ്റ്റോറി, ഓൺലി ഫോർ യു. ഓക്കെ ഓക്കെ. ഇവള് 12th കഴിഞ്ഞ് കേരള വിട്ട് പോയി പഠിക്കാനായിട്ട്. ഇതാണ് ഇവളുടെ ഒരു ബേസിക് സ്റ്റോറി. ദെൻ കംസ് അനദർ ബോയ്, നോട്ട് ഹെർ ബോയ് ഫ്രണ്ട്. ഇയാൾക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, ബട്ട് ആ പെണ്ണ് ചീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പോയി. സോ ഹി ഗ്രാജുവലി ബിക്കംസ് എ പ്ലേ ബോയ്. ഐ ഡോണ്ട് നോ വെദർ യു അണ്ടർസ്റ്റാൻഡ്. അവന്റെ അടുത്ത് അങ്ങോട്ട് പോയി മെസ്സേജ് ഇട്ട് ഫ്ലേർട്ട് ചെയ്യുന്ന ഗേൾസിനെ അവൻ അങ്ങോട്ടും ഫ്ലേർട്ട് ചെയ്യും, ഇൻ ബ്രാക്കറ്റ്. അല്ലാതെ അവൻ അങ്ങോട്ട് പോയി മെസ്സേജ് ഇടത്തൊന്നും ഇല്ല. ആൻഡ് യാ, വൈ ഈ ബോയിന്റെ അടുത്ത് ക്രഷ് ഉണ്ട്. ഈവൻ ദോ ഷീസ് ഇൻ എ റിലേഷൻഷിപ്പ് ആൻഡ് ദേ ഫ്ലേർട്ട് ത്രൂ ടെക്സ്റ്റ് ആൻഡ് സെക്സ്റ്റിംഗ് ടു. Even though she has a boyfriend, she does all these shits. And when this boy asked her about why she is cheating on her boyfriend, അവൾ പറഞ്ഞു അവളുടെ ബോയ്ഫ്രണ്ട് ആവശ്യത്തിന് ലുക്ക് ഉള്ളതുകൊണ്ട് അവൻ ഇതേപോലത്തെ പരിപാടി കാണും, സോ എനിക്കും വേണമെന്ന്. What the fuck? And one day she called him out. പാരൻസ് ഇല്ലാതെ വൺ ഡേ ഇവളുടെ വീട്ടിൽ അവൻ പോയി. ആൻഡ് ഗെസ് വാട്ട്, ഷീ ഡിഡ് ഹാവ് സെക്സ് വിത്ത് ഹിം. ഇറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം ഫോർ ഹിം, ബട്ട് നോട്ട് ഫോർ ഹർ, ബിക്കോസ് ഷീ ഹാവ് മോർ ദൻ 3 men to have sex with her, but none of them were her boyfriends. കേരളത്തിന് പുറത്ത് ഷീ ഹാവ് 2 and here 1. None of her friends know about it. അവൾ നാട്ടിൽ വരുമ്പോൾ എല്ലാം ഇവനെ വിളിക്കും ആൻഡ് ഇവൻ പോവും. The reason he says is അവനെ റിലേഷൻഷിപ്പ് ഇല്ല. He is doing this for satisfaction. Why should he mind other things? ബോയ്ഫ്രണ്ട് ഉള്ള ഇവൾക്ക് പോലും ഇല്ലാത്ത എന്ത് വേദനയാണ് അവന് ഉള്ളത് എന്നാണ് അവന്റെ ആറ്റിറ്റ്യൂഡ്. ഇതാണ് സ്റ്റോറി. ആൻഡ് ഇറ്റ് ഈസ് സ്റ്റിൽ ഹാപ്പനിങ്. ഐ ഫീൽ സോ സോറി അബൌട്ട് ഹർ ബോയ്ഫ്രണ്ട്. അവൻ ഈ പരിപാടി ഉണ്ടോ എന്ന് അറിയില്ല, എന്നാലും ഐ എം ജസ്റ്റ് തിങ്കിങ് ദാറ്റ് ഇപ്പോ ഈ വൈ അവളുടെ ബോയ്ഫ്രണ്ടിനെ മാരി ചെയ്തു. Won't she have any guilt? Ew. I will add her pic with her boyfriend. Chichi, why relationship in this generation is only about Netflix and chill? Does she have any problem with her? Or is she becoming a slut? To be honest, becoming എന്ന് പറയാൻ കഴിയില്ല. She is a. That's it. What's your opinion? Please read all this and I need you to do. And I need you to read this and post this in YouTube. I will send you the pic of her with her boyfriend and her with her friend. It definitely shows the difference. Specs വെച്ചത് is her friend, specs വെക്കാത്തത് is her boyfriend. ഈ ബോയ്ഫ്രണ്ട് ഉണ്ടല്ലോ, കാണാൻ സൂപ്പർ, പക്ഷേ ഈ ഫ്രണ്ട് ഈസ് ചോപ്ഡ്. And so is the girlfriend. The girlfriend and the guy she's cheating on with her boyfriend, they're both chopped. Chopped. I'm a girl's girl, പക്ഷെ ഇത്തരം സ്വഭാവം no. Had to cut them out of the girls group. ഇങ്ങനെ ആരെയും ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇങ്ങനെ പാർട്ട്നേഴ്സിനെ ചീറ്റ് ചെയ്യരുത്. അത്രയും വൃത്തികെട്ട കാര്യം ഉണ്ടല്ലോ. നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോ നിങ്ങൾക്ക് നാണാവൂല, നാണാവൂല. എന്റെ ബോയ് ഫ്രണ്ട് ലുക്കുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ടാവും, അതുകൊണ്ട് എനിക്കും ചെയ്യാം എന്നുള്ളത് വേറൊരു എക്സ്ക്യൂസ്. ഷീ വാണ്ട്സ് ഇറ്റ് ദാറ്റ് ബാഡ്. ഷീ വാണ്ട്സ് ടു ചീറ്റ് ഓൺ ഹർ ബോയ് ഫ്രണ്ട് ദാറ്റ് ബാഡ്.
എനിക്ക് ആ കാര്യം മനസ്സിൽ നിന്ന് പോകുന്നില്ല. പ്രത്യേകിച്ച് അവരുടെ ഫോട്ടോസും കൂടെ കണ്ടു കഴിഞ്ഞപ്പോ ഒരു വിഷമം. ഈ ചീറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വാട്ട് ഡു ദേ വാണ്ട്? ഇവർക്ക് എന്താ വേണ്ട? എനിക്ക് സത്യത്തിൽ മനസ്സിലാവുന്നില്ല. ഇഫ് സെക്സ് ഈസ് വാട്ട് യു വാണ്ട് യു ക്യാൻ ഡു ദാറ്റ് വിത്ത് യുവർ പാർട്ട്ണർ അല്ലേ? എന്തിനാ വേറൊരാളുടെ അടുത്ത് പോയിട്ട് ഈ പാർട്ട്ണറിനെ ചീറ്റ് ചെയ്യുന്നത്? എനിക്ക് ഒട്ടും മനസ്സിലാവാത്തൊരു കാര്യം. ഇഫ് യു വാണ്ട് സെക്സ് ഡു ദാറ്റ് വിത്ത് യുവർ പാർട്ട്ണർ. നിങ്ങൾക്ക് പാർട്ട്ണറിന്റെ കൂടെ ഈ ഒരു റിലേഷൻ വേണ്ടെങ്കിൽ എൻഡ് ദാറ്റ് റിലേഷൻഷിപ്പ്. എന്നിട്ട് വേറെ സ്ഥലത്ത് പോയി കൊളു. വൈ ഹേർട്ട് അതർ ഹ്യൂമൻ ബീയിങ്സ് ബ്രോ? പ്ലീസ്. അടുത്ത സീക്രട്ട്. ഹായ് ചേച്ചി, ഹോപ്പ് യു ആർ വെൽ. ഇതെന്റെ കുഞ്ഞുനാളിൽ നടന്ന ഒരു ഇൻസിഡന്റ് ആണ്. എനിക്കപ്പോ 4 വയസ്സായിരുന്നു. എന്റെ ചേച്ചിക്ക് 7 വയസ്സും. എന്റെ തറവാട് വീട്ടിൽ കുറച്ച് ഇഷ്യൂ നടന്നായിരുന്നു. ആൻഡ് അതിന്റെ റീസൺ അമ്മയ്ക്ക് പീരിയഡ്സ് ആവുന്നത് കൊണ്ടാണ്. സോ അച്ചാച്ചനും അച്ചാമ്മയ്ക്കും അത് വലിയ ഇഷ്ടമല്ല. പീരിയഡ്സ് ആവുന്നതോ? പീരിയഡ്സ് ആവുന്നത് അച്ചാച്ചനും അമ്മാമ്മയ്ക്കും ഇഷ്ടമല്ല. ഈ അച്ചാച്ചൻ എങ്ങനെ ജനിച്ചെന്ന് അച്ചാച്ചന്റെ വിചാരം? ഈ അച്ചാമ്മയുടെ വിചാരം എന്താ? അച്ചാമ്മ ഇതുവരെ പീരിയഡ്സ് ആയിട്ടില്ല. അച്ചാമ്മ പ്രസവിച്ചിട്ടില്ലേ? ഇന്നത്തെ സീക്രട്ട് ഒക്കെ ഈസ് പിസ്സിങ് മീ ഓഫ്. അതിന്റെ പേരും പറഞ്ഞ് വീട്ടിൽ നല്ല വഴക്കായിരിക്കും. അതിനുശേഷം ഞങ്ങൾ വേറെ സ്ഥലം വാങ്ങി അങ്ങോട്ട് മാറി താമസിച്ചു. കുറച്ചായപ്പോ തന്നെ അച്ചാച്ചനും അച്ചാമ്മയും ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്നു തുടങ്ങി. പ്രോബ്ലം പതിയെ സോൾവ് ആയി. ബിക്കോസ് അവർക്ക് ഞങ്ങളെ കാണാതെ പറ്റില്ല. ഓഫ്, കാം ഡൗൺ. അങ്ങനെ ഇടയ്ക്ക് ഞങ്ങൾ അവിടേക്ക് പോകും. വൺ ഡേ ഞാനും ചേച്ചിയും അങ്ങോട്ടേക്ക് പോയി. ആ വീട്ടിൽ ഒരു റൂമിൽ അച്ചാച്ചന്റെ ഒരുപാട് ബുക്സ് ഉണ്ടായിരുന്നു. അപ്പൊ ചേച്ചി എനിക്ക് അതിൽ നിന്ന് കുറച്ച് ബുക്സ് ഒക്കെ വായിച്ചു തന്നു. എനിക്കപ്പോ വായിക്കാൻ അറിയില്ലായിരുന്നു. അപ്പൊ അതിലൊരു ബുക്ക് കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. ലൈക്ക് ബ്ലാക്ക് മാജിക് പോലെ ഒന്നായിരുന്നു. അതും എനിക്ക് ചേച്ചി വായിച്ചു തന്നു. അതിലുണ്ടായിരുന്നത് ഒരു സിമ്പിൾ ആയിരുന്നു. ലൈക്ക് അക്ഷരം പോലെ. കൂടാതെ എന്തൊക്കെയോ വേറെ ഇമേജും ഉണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ഇങ്ങനെയായിരുന്നു. ഈ ചിത്രം കിണറിന്റെ ഒരു ഭാഗത്ത് വരച്ചാൽ അവിടെ പിന്നെ വെള്ളം ഉണ്ടാവില്ല. വെള്ളം മുഴുവനായിട്ട് വറ്റി പോകുമെന്നായിരുന്നു. ഞങ്ങൾ വായിക്കുന്നത് കേട്ട് അച്ചാച്ചൻ വന്ന് ഏച്ചിയുടെ കയ്യിൽ നിന്ന് ബുക്ക് വാങ്ങിച്ചു വെച്ചു. അന്ന് വൈകുന്നേരം ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിലേക്ക് വന്നു. ദെൻ ഞാൻ താഴത്തെ വീട്ടിൽ കളിക്കാൻ വേണ്ടി പോയി. ചേച്ചി വന്നില്ലായിരുന്നു. ഒരുപാട് ടൈം കളിച്ചു. ശേഷം വീട്ടിലേക്ക് വരാൻ ആയപ്പോ ഞാൻ ആ വീട്ടിലെ കിണറ്റില് ആ സിമ്പിള് വരച്ചു. കുറച്ചു മാസം കഴിഞ്ഞപ്പോ ആ കിണറ്റിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. മുഴുവൻ വറ്റിപ്പോയി. ഈ കാര്യമൊക്കെ എനിക്ക് ഇപ്പോ അടുത്താണ് മനസ്സിലായത്. അതായത് 10th പഠിക്കുമ്പോ. ഞാൻ അവരോട് ചോദിച്ചിരുന്നു ഇതിലിപ്പോ വെള്ളം ഇല്ലേന്ന്. അപ്പൊ അവരെന്താ പറ്റിയെന്ന് അറിയില്ല. ഇതിലിപ്പോ വെള്ളം ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഈശ്വരാ. അവര് പിന്നെ വീടിന്റെ മേലേക്കുള്ള സ്ഥലത്ത് പിന്നെയും കിണർ കുഴിച്ച് അവിടെ നിന്നാണ് വെള്ളം എടുക്കാറ്. ആൻഡ് ഞാൻ ഇപ്പോ +2-ലാണ്. എനിക്ക് അന്ന് അറിയില്ലായിരുന്നു അങ്ങനെ ചെയ്യരുത് എന്ന്. ഞാൻ ഇപ്പോഴും അവിടെ പോവാറുണ്ട്. എല്ലാവരുമായി നല്ല കമ്പനിയാണ്. ഞാൻ കാരണം അവിടെ വെള്ളം ഇല്ലാതെ ആയി. ആൻഡ് ഈ കാര്യം എനിക്കും ചേച്ചിക്കും മാത്രമേ അറിയുള്ളൂ. ഞാൻ ഒരു 5th ക്ലാസ് തൊട്ട് മോഷ്ടിക്കുമായിരുന്നു. ആദ്യം എന്റെ ഫ്രണ്ട്സിന്റെ നല്ല എക്സ്പെൻസീവ് പെന്നൊക്കെ മോഷ്ടിക്കായിരുന്നു. പിന്നെ എന്റെ വീട്ടിൽ നിന്ന് തന്നെ പൈസ അടിച്ചു മാറ്റി തുടങ്ങി. ഫസ്റ്റ് ഗ്രാൻഡ്മയുടെ പൈസ അടിച്ചു മാറ്റി. ഞാൻ എന്റെ PC-യുടെ റാം അപ്ഗ്രേഡ് ചെയ്തു. ബട്ട് ആരും അറിഞ്ഞില്ല. പിന്നെ ഗ്രാൻഡ്മയ്ക്ക് അൽഷ് ഇതിന്റെ പ്രൊനൗൺസിയേഷൻ ഞാൻ എപ്പോഴും മറക്കും. അൽഷിമേഴ്സ്, അൽസൈമേഴ്സ്, അൽഷിമേഴ്സ് ആണോ അൽസൈമേഴ്സ് ആണോ? ആ സംഭവം വന്നു. സോ പുള്ളിക്കാരിയുടെ കയ്യിൽ പൈസ വെക്കാറില്ല. പിന്നെ ഞാൻ ഗ്രാൻഡ്പയുടെ പൈസ എടുക്കാൻ തുടങ്ങി. ആദ്യം 10 രൂപ മുതൽ 50 രൂപ വരെ ഒക്കെയാണ് എടുക്കാറുണ്ടായുള്ളൂ. പിന്നെ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്തിരുന്നു. എനിക്ക് അന്നേരം സ്വന്തമായിട്ട് ഫോൺ ഇല്ലായിരുന്നു. 10th ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഗ്രാൻഡ്മയുടെ ഫോൺ ആയിരുന്നു യൂസ് ചെയ്യുന്നത്. വിവോ Y21L. വെരി ഓൾഡ് ആൻഡ് ലോ സ്പെക്. അതിൽ വാട്സപ്പ് പോലും ലാഗ് ഇല്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. സോ ഞാൻ അമ്മയോട് കുറെ നാളായിട്ട് ഫോൺ മേടിച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടും ഒരു കാര്യമില്ലായിരുന്നു. സോ ഞാൻ തന്നെ ഫോൺ മേടിക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ഞാൻ കൂടുതൽ പൈസ ഗ്രാൻഡ്പയുടെ അടുത്തുനിന്ന് എടുക്കാൻ തുടങ്ങി. 500, 1000 എക്സെട്ര. അങ്ങനെ 17,000 രൂപയായപ്പോൾ ഞാൻ ട്യൂഷൻ കഴിഞ്ഞ് ട്യൂഷൻ സെന്ററിന്റെ അടുത്തുള്ള കടയിൽ പോയി എന്റെ ഫ്രണ്ടുമായിട്ട് അവനോട് ഞാൻ പറഞ്ഞിരുന്നു പൈസ അടിച്ചു മാറ്റിയതാന്ന്. ഫോണും മേടിച്ചു. പിന്നെ ഒരു ദിവസം ഞാൻ കെയർലെസ് ആയിട്ട് ഫോണ് ഷെൽഫിൽ വെച്ചപ്പോൾ അമ്മയുടെ ചേച്ചി അത് കണ്ടു. അത് എടുത്തോണ്ട് ഓഫീസിൽ പോയി. അതെന്തിന്? വൈകുന്നേരം വന്നപ്പോ എന്റെ അടുത്ത് ചോദിച്ചു എങ്ങനെ ഈ ഫോൺ കിട്ടിയെന്ന്. ഞാൻ പറഞ്ഞു ബഫിൽ നിന്ന് ഗീവ് അവേ കിട്ടിയതാണ്. എവിടെ വെച്ചാ എങ്ങനെയാ മേടിച്ചെന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ട്യൂഷൻ സെന്ററിലെ ലൊക്കേഷൻ കൊടുത്ത് മേടിച്ചാണെന്ന്.
പിന്നെ പുള്ളിക്കാരി ട്യൂഷൻ ടീച്ചറിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു. ട്യൂഷൻ ടീച്ചർ പുള്ളിക്കാരിയുടെ അടുത്ത് പറഞ്ഞു ഇത് മിക്കവാറും അവൻ പൈസ അടിച്ച് മാറ്റി മേടിച്ചതായിരിക്കും. അന്നേരം പുള്ളിക്കാരി എന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു. അന്ന് അമ്മ വന്നപ്പോ അമ്മ വേറെ സ്ഥലത്താണ് ജോബിന് പോകുന്നത്. 3-4 ഡേയ്സ് കൂടുമ്പോഴാണ് വരുന്നത്. അന്ന് അമ്മ വന്നപ്പോ നോർമൽ ആയിട്ട് ബിഹേവ് ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചു പറഞ്ഞു കാണില്ലായിരിക്കും എന്ന്. പിന്നെ അടുത്ത ദിവസം ട്യൂഷൻ ചെന്നപ്പോ ടീച്ചർ ഫ്രണ്ടിനോട് ചോദിച്ചു, എല്ലാം അറിഞ്ഞു. ആ ഡാഷ് എന്നെ ചതിച്ചെല്ലാം പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു വീട്ടിൽ നിന്ന് പൈസ എടുത്തത് തന്നെയാണെന്ന്. ബട്ട് ഇതുവരെ ഞാൻ ആരുടെ പൈസയാണ് എടുത്തതെന്ന് ചോദിച്ചിട്ടുമില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല. ടീച്ചർ അമ്മയോട് സോറി പറയാൻ പറഞ്ഞു. അന്ന് ഞാൻ അമ്മയോട് സോറി പറഞ്ഞ എല്ലാം സോൾവ് ആയി. അടുത്ത ദിവസം ഞാൻ സ്കൂളിൽ പോയപ്പോ എല്ലാവരും എന്നെ റമ്മി റമ്മി എന്നൊക്കെ വിളിക്കുമായിരുന്നു. ഫ്രണ്ട് സ്കൂളിൽ പോയി എല്ലാരോടും പറഞ്ഞു നാറി. ബട്ട് ഞാൻ ബഫ് എന്നല്ലേ പറഞ്ഞേ. ബട്ട് സ്റ്റിൽ അമ്മയുടെ ചേച്ചിയുടെ കയ്യിലാണ് ആ ഫോൺ ഇപ്പോഴും ഉള്ളത്. അത് വിറ്റോ അത് കയ്യിലുണ്ടോ ഒന്നും അറിയില്ല. അമ്മയോട് പുള്ളിക്കാരെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞപ്പോ അതിന്റെ കാര്യം ഇനി അമ്മയ്ക്ക് അറിയണ്ട എന്നാണ് പറയുന്നത്. ബട്ട് ഞാൻ അമ്മയുടെ പൈസ എടുത്താണ് ഫോൺ മേടിച്ചതെന്ന് ആണെന്നാണ് എല്ലാരും വിചാരിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. ഞാൻ ഇപ്പോഴും ഗ്രാൻഡ് പേയുടെ പൈസ എടുത്ത് ഗെയിമിൽ ഇൻവെസ്റ്റ് ആക്കും, സ്നാക്സ് ഒക്കെ മേടിച്ച് കഴിക്കുകയും ചെയ്യും. ഇതെന്തേലും മെന്റൽ പ്രോബ്ലം ആണോ? മെന്റൽ പ്രോബ്ലം എല്ലാം മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. കക്കാണ്ടിരുന്നാ പോരെ, കഴിഞ്ഞില്ലേ. ഈ ഒരു സ്വഭാവം നിർത്തണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ജോലിക്ക് പോവാ. എന്തെങ്കിലും പാർട്ട് ടൈം ജോലിക്കൊക്കെ പോവില്ലേ? ഇപ്പൊ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്റെ ക്ലാസ്സിലെ ബോയ്സ് ഈ മൊബൈൽ ഷോപ്പില് ഒക്കെ നിൽക്കുമായിരുന്നു. മൊബൈൽ ഷോപ്പില്, ഹോട്ടലില് അവിടെയൊക്കെ നിൽക്കുമായിരുന്നു പാർട്ട് ടൈം. അടുത്ത സീക്രട്ട്. ഹായ് ചേച്ചി, സുഖാണോ? വെൽ, നൗ ഐ എം ഗോയിങ് ടു ഷെയർ മൈ സാഡ് സ്റ്റോറി ടു യു. ഇറ്റ് വാസ് എ സീക്രട്ട്, ബട്ട് ഞാൻ ഈ കാര്യം എന്റെ വല്യമ്മയോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അമ്മയും അച്ഛനും ഇല്ല. ഐ വാസ് ഓൺലി ചൈൽഡ്. ഞാൻ ജനിച്ചത് മുതൽ അച്ഛന്റെ മുഖം കണ്ടിട്ടില്ല. എനിക്ക് എന്റെ അച്ഛനാണ് ഫസ്റ്റ് എനിമി. ഹീ സ്റ്റിൽ അലൈവ് ബട്ട് ഹി ഡോണ്ട് വാണ്ട് മീ ആൻഡ് മൈ മോം. ഞാൻ ജനിച്ചപ്പോ ഡോക്ടർ എന്റെ അച്ഛനക്ക് ഫോൺ ചെയ്തു. നിങ്ങൾക്ക് പെൺകുട്ടി എന്ന് പറയുമ്പോൾ എന്റെ അച്ഛൻ കോള് കട്ട് ചെയ്തു. പിന്നെ എനിക്ക് അമ്മയേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഷീ പാസ്ഡ് അവേ ലാസ്റ്റ് ഇയർ ഇൻ 2023. ആ സമയത്ത് എനിക്ക് 13 വയസ്സായിരുന്നു. അപ്പൊ എനിക്ക് സൂയിസൈഡ് ചെയ്യാൻ തോന്നി. പക്ഷെ ആ തോട്ട്സ് തെറ്റാണെന്ന് എനിക്കറിയാം. ഐ വാസ് ക്വസ്റ്റ്യനിങ് മൈ സെൽഫ് ലൈക്ക് വൈ ആർ യു സ്റ്റിൽ അലൈവ്. ആൻഡ് എനിക്ക് കുറച്ച് പ്രാന്ത് പിടിച്ചു എന്ന് പറയാം. പിന്നെ എന്റെ ജീവിതത്തിൽ ഒരു പെർവേർട്ട് എൻട്രി ആയി. ദാറ്റ് ഗായ് വാസ് മൈ ഓൺസ് ഹസ്ബൻഡ്. ഹസ്ബൻഡ് എന്ന് പറയാൻ പറ്റില്ലല്ലോ, ബിക്കോസ് ദേ ഡിഡ്ന്റ് ഗെറ്റ് മാരീഡ്. ബട്ട് ലിവിങ് ലൈക്ക് എ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഹി ഹാസ് 2 വൈഫ്സ്. He's also a father for a daughter and he's living together with my aunt. Such a dirty life, അല്ലേ? Yes. ആ പട്ടി എന്നോട് മിസ്ബിഹേവ് ചെയ്തു. He tried to kiss my neck and asked me to sleep with him. Ew. And then he said, I'll pay you monthly because you don't have any parents, right? Bitch. Not only that, he asked me to undress in front of him and I ran away from there. And he asks like this. ഫസ്റ്റ് ഞാൻ ഈ കാര്യം ആരോടും പറഞ്ഞില്ല, ബിക്കോസ് എനിക്ക് പേടിയായിരുന്നു. ആരും നമ്മളെ വിശ്വസിക്കില്ല എന്ന്. ഞാൻ സൂയിസൈഡ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. തെറ്റ് ചെയ്ത അവൻ നന്നായി ജീവിക്കുമ്പോ തെറ്റ് ചെയ്യാതെ ഞാൻ എന്തിനു സൂയിസൈഡ് ചെയ്യണം ചേച്ചി? സംടൈംസ് ഐ യൂസ് ടു തിങ്ക് ഇഫ് മൈ മദർ വാസ് സ്റ്റിൽ അലൈവ് ദാറ്റ് പെർവർ വുഡ് നെവർ ആസ്ക് മീ ടു ഡു സച്ച് തിങ്സ്. എനിക്ക് അമ്മയും അച്ഛനും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൻ എന്നോട് ഇങ്ങനെ ചെയ്തത്. I really can't control my tears while typing this. I hope you read this, Chechi. Please read this. I love you. അമ്മ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷെ അമ്മ കുട്ടീനെ ഇപ്പൊ നോക്കുന്നുണ്ടെങ്കിൽ, കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ അമ്മ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മോള് ധൈര്യമായിട്ടിരിക്കണം എന്നായിരിക്കും. അപ്പോ ധൈര്യമായിട്ടിരിക്കാൻ ശ്രമിക്കുക, ധൈര്യമായിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, അയാളുടെ മുന്നിൽ ചെന്ന് പെടാതിരിക്കുക. ആ വീട്ടില് അൺസേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചൈൽഡ് ഹെൽപ്പ് ലൈനില് വിളിക്കാം. കൂടെ ആരില്ലാന്ന് വിചാരിച്ച് വിഷമിക്കരുത്. നല്ല ധൈര്യമായിട്ടിരിക്കുക, നല്ലോണം പഠിക്കുക, നല്ല ജോലി മേടിക്കുക, സ്വന്തം കാലിൽ നിൽക്കുക. നമുക്ക് ചെയ്യാൻ കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ വല്ലപ്പോഴേ പ്രാർത്ഥിക്കാറുള്ളൂ എങ്കിലും ഞാൻ ഉറപ്പായിട്ടും കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇന്ന് ഞാൻ ഉറങ്ങുന്നതിന് മുന്നേ ഐ വിൽ പ്രേ ഫോർ ഇറ്റ്. ബൈ ബൈ.